നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. ഹായ് ആൾ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു സൈക്വസ്റ്റ. 2 ദിവസമായിട്ട് അറിയാലോ, ഞാൻ ഗ്രൂപ്പ് പറഞ്ഞിരുന്നു ഞാൻ അല്പം സിക്കാണ്, കുറച്ച് വൈറൽ ഫീവർ ഒക്കെ പിടിച്ചു. ഇപ്പോഴും ഓക്കെ ഒന്നും അല്ല, എനിക്ക് കോൾഡ് ഭയങ്കര അധികമായിട്ട് ഉണ്ട്, തലയൊന്നും പൊക്കാൻ പറ്റുന്നില്ല. ബട്ട് അധികമൊക്കെ എക്സാം ആണ്, പലരും എന്റെ ക്ലാസ്സസ് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എന്തായാലും വരാൻ ഉറപ്പുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ്. വേറൊരു 3 ക്വസ്റ്റ്യൻസ് നാളെ രാവിലെ നമ്മൾ ഡിസ്കസ് ചെയ്തോ. നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന എക്സാം എഴുതാൻ പാകത്തിലേക്കാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് തരാൻ പോകുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിനാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ. 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ 20 മാർക്കിന് 7 C വന്നാല് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതായത് മീഡിയ കമ്മ്യൂണിക്കേഷന്റെ സൈക്വസ്റ്റയുടെ ആദ്യത്തെ ഒരു ഫ്രീ ക്ലാസിന്റെ വീഡിയോ ഉണ്ട്, യൂട്യൂബ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് വീഡിയോ ചെക്ക് ചെയ്യണമെങ്കിലും സൈക്വസ്റ്റ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ബാച്ച് കോഡും ഇതിനോട് കൂടെ അടിച്ചു കൊടുത്താൽ മതി, കിട്ടും. സോ എങ്ങനെയാണ് 20 മാർക്കിന് 7 C's എഴുതേണ്ടത്? ആദ്യം കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അതിനുശേഷം കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അവിടെ നോട്ട് ചെയ്യുക. ഓരോന്നിനും 2 പോയിന്റ്സ് എങ്കിലും വെച്ചിട്ട് നോട്ട് ചെയ്യുക. 4 കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ഇത്ര എഴുതിയ ശേഷം 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ ഞാൻ എഴുതാം. ഇതിന് ആദ്യം എഴുതാം. എന്ത് ഞാൻ നമ്മുടെ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ പറഞ്ഞ പോലെ കണ്ടന്റ്, കോണ്ടെക്സ്റ്റ്, ചാനൽ, ക്ലാരിറ്റി, കമ്പോസിഷൻ, കോൺട്രാസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഈ 7 പേരുകൾ മാത്രം എഴുതുക. എന്നിട്ട് ഇത് വിശദീകരിക്കുക. ഇങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. അപ്പൊ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷന്റെ 7 Cകളാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോ കണ്ടന്റ് ആണ് ഫസ്റ്റ്. ദിസ് ഇസ് ദ ബെസ്റ്റ് പോസിബിൾ മെഷർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസിന്റെ ബെസ്റ്റ് പോസിബിൾ ആയിട്ട് പറയുന്നത് കണ്ടന്റ് ആണ്. ആ കണ്ടന്റ് വ്യക്തമായാലേ, ഇപ്പൊ ഞാൻ പറയുന്ന കണ്ടന്റ് നിങ്ങളോട് വ്യക്തമായാലേ ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താവുള്ളൂ, കറക്റ്റ് ആവത്തുള്ളൂ. വാട്ട് ഡു യു വാണ്ട് യുവർ ഓഡിയൻസ് ടു വാക്ക് അവേ വിത്ത് ആൻഡ് റിമെമ്പർ? നിങ്ങളുടെ ഓഡിയൻസ് എന്ത് നിങ്ങൾ ഓർത്ത് വെക്കണം, എന്താണോ നിങ്ങൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് കണ്ടന്റ്. ഞാനിവിടെ കുറെ നേരം ക്ലാസ് എടുത്തു, നിങ്ങൾക്ക് ആ കണ്ടന്റ് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ദർ ഇസ് നോ യൂസ്. സോ കണ്ടന്റ് എന്താണ്? വാട്ട് ഡു യു വാണ്ട് യുവർ ഓഡിയൻസ് ടു വാക്ക് അവേ ആൻഡ് റിമെമ്പർ. കേട്ടോ, അവർ പോകുമ്പോൾ അവർക്ക് എന്താണോ ഓർത്തിരിക്കാൻ വേണ്ടത്, അതിനെയാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. വൺസ് യു ഹാവ് ഡിഫൈൻ യുവർ പ്രൈം ക്വസ്റ്റ്യൻ, സെറ്റ് ഔട്ട് ടു ആൻസർ ഇറ്റ്. കേട്ടോ, പ്രൈം ക്വസ്റ്റ്യൻ എന്താണോ അതിന് വളരെ വ്യക്തമായിട്ട് ഉത്തരം, വലിച്ചു നീട്ടാതെ വളരെ വ്യക്തമായിട്ട് ടു ദ പോയിന്റ് പറയാതാണ് കണ്ടന്റ്. വാട്ട് ഇൻഫർമേഷൻ ഇസ് റിക്വയർ? ഡു യു ഹാവ് ദ ആൻസർ ഓൾറെഡി ഓർ ഡു യു നീഡ് ടു സെർച്ച് ഇറ്റ് ഔട്ട്? ദ കണ്ടന്റ് ഡിറ്റർമൈൻസ് ദ ഓഡിയൻസ്. കണ്ടോ, കണ്ടന്റ് ആണ് ഓഡിയൻസിന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ ഒരു ക്ലാസ് ചിലപ്പോ BPA എന്താണ്, ഈ ഒരു വിഷയം ഇല്ലാത്തവർ ചിലപ്പോൾ കേറിയിട്ടുണ്ടാവില്ല. ഞാൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന കണ്ടന്റ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നതിന് കൊണ്ട് നാളെ മറ്റന്നാള് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സാം ഉള്ളവർ മാത്രം അവിടെ ഇരിക്കുന്നത്. അതാണ് ദ കണ്ടന്റ് ഡിറ്റർമൈൻ ദ ഓഡിയൻസ്. ഹെൻസ് ദ മെസ്സേജ് മസ്റ്റ് ഹാവ് മീനിങ് ഫോർ ദ റിസീവർ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി കമ്പാറ്റബിൾ വിത്ത് ഹിസ് ഓർ ഹർ വാല്യൂ സിസ്റ്റം. കേട്ടോ, ആ റിസീവർക്ക് എന്താവണം, മീനിങ് ഫുൾ ആയിരിക്കണം കണ്ടന്റ്, അയാൾക്ക് കമ്പാറ്റബിൾ ആയിരിക്കണം. സോ കണ്ടന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ ഏറ്റവും നല്ല വേണ്ടത് കണ്ടന്റ് ആണ്. അതായത് നിങ്ങൾ എന്താണോ ഓഡിയൻസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ കണ്ടന്റ് മസ്റ്റ് ബി വെരി ക്ലിയർ. അതായത് അവർ പോകുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് കൊണ്ടുപോകാൻ, അതിനെയാണ് നമ്മൾ കണ്ടന്റ് എന്ന് പറയാം. ഫസ്റ്റ് C ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് കണ്ടന്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. നിങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ ലൈക്ക് ഫ്രീ ക്ലാസ് ആണെന്ന് വെച്ചിട്ട് ഒന്നും നിങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലായി, ഒരാൾക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട്, ഇവിടെ എന്റെ ഒരു ആവശ്യകത കണ്ടന്റ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എന്റെ ഒരു ദൗത്യം. ഇത് ഫ്രീ ക്ലാസ് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. അപ്പൊ രണ്ടാമത്തെ C ആണ് കോണ്ടെക്സ്റ്റ്. അല്ലെ, ഞാൻ ഈ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫ്രീ ക്ലാസ് ഒരു 3 മാസം മുന്നേ ചിലപ്പോ ആരും കേറൂല. ഇപ്പൊ എന്തുകൊണ്ട് കേറുന്നു?
നിങ്ങൾക്ക് മറ്റൊരാള് എക്സാം ആണ്. അപ്പൊ കോണ്ടെക്സ്റ്റും വളരെ പ്രധാനം. ഇപ്പൊ കല്യാണ വീട്ടിൽ പറയേണ്ട കാര്യം കല്യാണ വീട്ടിൽ, മരണ വീട്ടിൽ പറയേണ്ട കാര്യം മരണ വീട്ടിൽ. അപ്പൊ കമ്മ്യൂണിക്കേഷന്റെ ആ കോണ്ടെക്സ്റ്റ് ശരിയാണ് അല്ലെ? ദ കോണ്ടെക്സ്റ്റ് മസ്റ്റ് ബി ക്ലിയർ ആൻഡ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് ദ മെസ്സേജ്. കണ്ടോ, കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയിരിക്കണം, അതായത് സന്ദർഭവും ഒക്കണം, സന്ദർഭത്തിനൊത്തിട്ട് സംസാരിക്കണം, അപ്പോഴാണ് മെസ്സേജ് ക്ലിയർ ആവുക. ഇറ്റ് മസ്റ്റ് പ്രൊവൈഡ് ഫോർ പാർട്ടിസിപ്പേഷൻ ആൻഡ് പ്ലേ ബാക്ക് വാട്ട്സ് ഗോയിങ് ഓൺ. ഇപ്പോഴെന്താണോ, അതായത് ആ ആവശ്യമുള്ളിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ? അതാണ് കോണ്ടെക്സ്റ്റ്. സിറ്റുവേഷൻ അനുസരിച്ച്. ഇസ് ദർ എ ഡെഡ് എലിഫന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദ റൂം ദാറ്റ് യു ആർ നോട്ട് അവെയർ ഓഫ്? ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻസ്. കേട്ടോ, നമ്മൾ ചോദിക്കാൻ, ഇസ് ദർ എ ഡെഡ് എലിഫന്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി റൂം ദാറ്റ് യു ആർ നോട്ട് അവെയർ? ഒരു ഡെഡ് എലിഫന്റ് നിങ്ങളുടെ റൂമിൽ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കോണ്ടെക്സ്റ്റ് പരമല്ല, അതായത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. അതായത് ആസ്ക് ഗുഡ് ക്വസ്റ്റ്യൻസ്. ആ സിറ്റുവേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ വൃത്തിയാവുക. യു ഓൾ നീഡ് എ ക്ലിയർ ഗോൾ ബിഫോർ യു ബിഗിൻ യുവർ ഡിസൈൻ എനി കമ്മ്യൂണിക്കേഷൻ. ഒരു ക്ലിയർ ഗോൾ. ഇപ്പൊ എനിക്ക് ക്ലിയർ ഗോളിന്റെ മറ്റേതാണ് നിങ്ങൾക്ക് ഇലക്ടീവ് എക്സാം ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. കോണ്ടെക്സ്റ്റ് മസ്റ്റ് ബി വെരി ക്ലിയർ. ഓക്കെ ആണല്ലോ? ബിക്കോസ് ദിസ് ഇസ് എ എക്സാം ഓറിയന്റഡ് ക്ലാസ്. കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയിരിക്കണം. അത് മെസ്സേജുമായിട്ട് കോൺട്രഡിക്റ്റ്, സിറ്റുവേഷന് ചേരാത്തൊരു മെസ്സേജ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്താവില്ല, മാച്ച് ആവില്ല. ഇന്ന് ചിലപ്പോൾ ഞാൻ വന്നുകൊണ്ട് 101 ക്ലാസ് എടുക്കുകയാണെങ്കിലും അത് സിറ്റുവേഷൻ അനുസരിച്ച് മാച്ച് അല്ല. ബ്രേക്ക് ഉണ്ടോ? ഇപ്പൊ ഞാൻ വന്ന് BPCC 101 ക്ലാസ് എടുത്ത് അത് കോണ്ടെക്സ്റ്റ് പരമായിട്ട് ഓക്കെ അല്ല. കാരണം BPCC 101 അല്ല നിങ്ങൾക്ക് മറ്റന്നാൾ എക്സാം, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. സോ കോണ്ടെക്സ്റ്റ് മസ്റ്റ് ബി നോട്ട് കോൺട്രഡിക്ട് ദ മെസ്സേജ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. നിങ്ങൾ തംസ് അപ്പ് എങ്കിലും അയച്ചാൽ മതി. വിൽ ബി വെരി ഹാപ്പി ഫോർ മീ. ഇനി മൂന്നാമത്തെ ചാനലാണ്. ഓൺലി ദ എസ്റ്റാബ്ലിഷ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ബി യൂസ്ഡ്. അതായത് ഏത് ചാനലാണോ അതായിരിക്കണം യൂസ് ചെയ്യുന്നത്. ചാനൽ ദാറ്റ് ദ റിസീവർ യൂസ് ആൻഡ് റെസ്പെക്ട്സ്. ക്രിയേറ്റിംഗ് എ ന്യൂ വൺ ഇസ് ഡിഫിക്കൽട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ എല്ലാവരും എന്താണ് മറ്റന്നാൾ അല്ലെങ്കിൽ ഇന്ന് ക്ലിനിക്കിൽ അല്ലെങ്കിൽ നാളെ ക്ലിനിക്കിൽ വന്നാലേ ഞാൻ ക്ലാസ് എടുത്തോളൂ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പൊ റിസീവറിന്റെ കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അയാൾക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ള, അയാൾക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു ചാനൽ, മാധ്യമത്തിലൂടെ വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഇപ്പം നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള ഓൺലൈൻ, അതായത് ഗൂഗിൾ മീറ്റോ സൂമോ. സോ ഐ പ്രിഫർ ഗൂഗിൾ മീറ്റ്. സോ ഞാൻ ഗൂഗിൾ മീറ്റിൽ. അപ്പം ചാനൽ ഏത് മാധ്യമത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പുതിയൊരു മാധ്യമം പെട്ടെന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫിക്കൽട്ട് ആയിരിക്കും. ഡിഫറെന്റ് ചാനൽസ് ഹാവ് ഡിഫറെന്റ് എഫക്ട് ആൻഡ് സെർവ് എഫക്റ്റീവ്ലി ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ദ ഡിഫ്യൂഷൻ പ്രോസസ്. ഓരോന്നും ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്, അതിനായിട്ടുള്ള കോൺസ് ഉണ്ട്. ഓൺലൈൻ എടുക്കുമ്പോൾ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പം ഏതാണോ അനുയോജ്യമായിട്ടുള്ളത് ആ ചാനൽ, ആ മാധ്യമം വേണം നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യാൻ. മൂന്നാമത്തെ സി ആണ് ചാനൽ. നാലാമത്തെ സി ആണ് ക്ലാരിറ്റി. This one is the hardest part of the process and most over neglected. അല്ലെ, ഞാൻ എപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്നതും ഹാർഡസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി, വ്യക്തത, പറയുന്ന കാര്യത്തിൽ വ്യക്തത. അപ്പൊ ഞാൻ ഓരോ വരി വായിച്ചിട്ടാണ് അതിന്റെ അർത്ഥം പറയുന്നത്. അതായത് എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ക്ലാസ് കേട്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും ക്ലാരിറ്റി വേണം, നിർബന്ധമാണ്. അതാണ് ഓരോ ടോപ്പിക് കഴിയുമ്പോൾ മനസ്സിലായോ, നിങ്ങൾക്ക് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത്. ക്ലാരിറ്റി നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന, ഒരു ടീച്ചിങ് പ്രൊഫഷനൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ക്ലാരിറ്റി. People's attention will quickly drift. They expect you to get the point. വലിച്ചു നീട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ബോറടിക്കും. സോ ക്രിസ്പായിട്ട് ക്ലാരിറ്റിയിൽ പറയാന്നുള്ളത് ഒരു കമ്മ്യൂണിക്കേഷന് വളരെ ഒരു നെടുന്തൂണായിട്ടുള്ള കാര്യമാണ്. ലേൺ ടു എഡിറ്റ്. The message must be put in simple terms. കണ്ടോ, പറയാനുള്ള മെസ്സേജ് സിമ്പിൾ ടേംസിൽ വളരെ ക്ലാരിറ്റിയിൽ പറയാം. Words must mean the same thing to the receiver as they do not സെന്റർ. അതായത് റിസീവർ എന്താണ് ഉദ്ദേശിച്ചത് അത് അതേപോലെ തന്നെ, സെന്റർ എന്താണ് ഉദ്ദേശിച്ചത്, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ സെന്റർ ആണ്,
റിസീവർ ആയിട്ടുള്ള നിങ്ങൾക്ക് കിട്ടണം. കോംപ്ലക്സ് ഇഷ്യൂസ് മസ്റ്റ് ബി കംപ്രസ്ഡ് ഇൻ ടു ദ തീം സ്ലോഗൻസ് ആൻഡ് ഹാവ് സിംപ്ലിസിറ്റി ആൻഡ് ക്ലാരിറ്റി. ഇപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കംപ്രസ് ചെയ്ത്, ഇപ്പം ഞാൻ സൈക്കോസ്റ്റയിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിലതിനൊക്കെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് കൊടുക്കാറുണ്ട്, ചിലതിനൊക്കെ ഞാൻ ഫ്ലോ ചാർട്ട് വരച്ചു കൊടുക്കാറുണ്ട്. ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടന്റിനെ നമ്മൾ എന്താക്കാണ്, ഒന്ന് ചുരുക്കി വളരെ കംപ്രസ് ചെയ്തിട്ട് ക്ലാരിറ്റി. അപ്പൊ ക്ലാരിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. The farther a message has to travel, the simpler it should be. എവിടെയെങ്കിലൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ നീട്ടി വലിച്ചെഴുതാതെ, അല്ലെങ്കിൽ കുറെ ആളുകളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ വളരെ ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്നവരൊക്കെ അപ്പൊ റീൽസ് 30 സെക്കൻഡ് ആണെങ്കിൽ കുറെ ആളുകളെത്തി എത്തും. കാരണം പെട്ടെന്ന് മടുക്കൂല നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതിന്. അപ്പൊ അതാണ് ആ ചുരുക്കി വളരെ ക്ലാരിറ്റിയോടെ കൊടുക്കുകയാണെങ്കിൽ അതിന് നല്ല റീച്ച് ഉണ്ടാവും. സോ ക്ലാരിറ്റി ഓഫൺ നെഗ്ലക്ട് ചെയ്യുന്ന ഹാർഡസ്റ്റ് പാർട്ടാണ്. സോ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ക്ലാരിറ്റി നിർബന്ധമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനിയാണ് കോമ്പോസിഷൻ. കമ്പോസ് ചെയ്യാന്ന് പറയില്ലേ. ഇപ്പൊ എനിക്കൊരു രീതിയുണ്ട് ഒരു കാര്യം കൺവേ ചെയ്യുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ലൈൻ ബൈ ലൈൻ വരച്ച് തന്ന് വായിച്ചു തന്ന് അതിന്റെ അർത്ഥം പറഞ്ഞു. ചിലപ്പോ ഇതിലിപ്പം നിങ്ങൾക്ക് ഒരു പിക്ചർ കാണിച്ചു തരണം എന്നൊക്കെ ആണെങ്കിൽ ഞാൻ നേരെ പോയിട്ട് ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾക്ക് പിക്ചറൊക്കെ കാണിച്ചു തന്ന് അങ്ങനെയാണ്. അതായത് കമ്പോസ് ചെയ്യും. അപ്പം എന്റെ നോട്ട്സ് ഇഗ്നോയുടെ ടെക്സ്റ്റിൽ നോക്കി അതേ നോട്ട്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, അതേ നോട്ട്സ് എന്ത് ചെയ്തു, ഒരു പ്രത്യേക രീതിയിൽ, അതായത് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന രീതിയിലേക്കാക്കി അതിനോടൊപ്പം എന്ത് ചെയ്തു, പിക്ചേഴ്സ് ആഡ് ചെയ്യേണ്ടടുത്ത് പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തു. എന്നിട്ട് ആ ഒരു നോട്ട് വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഹൗ ഐ ഡിസൈൻ മൈ ക്ലാസ് ആൻഡ് ഹൗ ഐ ടേക്ക് ക്ലാസ്. ഓക്കെ, നൗ ഇറ്റ്സ് ടൈം ടു ഡിസൈൻ ദ വേ യു ടെൽ യുവർ സ്റ്റോറി. കേട്ടോ, തിങ്ക് ഇൻ ടേംസ് ഓഫ് ബോത്ത് റിട്ടൺ ആൻഡ് വിഷ്വൽ കോമ്പോസിഷൻ. നിങ്ങൾ ദക്ഷിണ എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ടിട്ടുണ്ടോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ? ദക്ഷിണ കണ്ടിട്ടുണ്ടോ? ഒരു കുക്കിംഗ് ചാനൽ ആണെന്ന് പറയാം. ഒരു ഒരു അട്ടപ്പാടിയിൽ ഒരു 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 എന്താ പറയാ, ഒരു ഉൾക്കാട്, ഒരു മൊട്ടക്കുന്ന്, ഒരു കാടാക്കി മാറ്റിയ ഒരു ദമ്പതികൾ, ഒരു ടീച്ചർ കപ്പിൾസിന്റെ ഒരു ചാനലാണ് സാരംഗ്. യെസ്, സാരംഗ് മല. അപ്പൊ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ദക്ഷിണ പോയി ഒന്ന് നോക്കുക. അപ്പൊ ദക്ഷിണയിൽ ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിയാണ് ആ വാക്കുകൾ പറയുന്നത്. എന്ത് രസാ പുള്ളിക്കാരിനെ കേട്ടിരിക്കാൻ. ഞങ്ങൾ ഭയങ്കര ഫാനാണ് ദക്ഷിണയുടെ. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് റിട്ടൺ ആൻഡ് വിഷ്വൽ കമ്പോസിഷൻ ഉണ്ടാവും. സംസാരം, സാഹിത്യമാണ് പറയുന്നത്, എന്നാൽ ഒട്ടും ബോറടിപ്പിക്കാതെ. അതാണ് നമ്മൾ വേ വി കമ്പോസ് അവർ. അല്ലെ, ചില യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ വേ ദേ കമ്പോസ് to communicate with us is very different. When writing who are your main characters, how will you set up the scene, what are the goals and conflict that will develop, how will the story reach a resolution, in visual terms where will be the reader begin, how will you lead the eye around the page, in all your compositional thinking how will you engage your audience. കാരണം കമ്പോസ് ചെയ്ത് നിങ്ങളുടെ ഓഡിയൻസ് ഏതൊക്കെ രീതിയിൽ ഒരു കഥ നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് സീൻ സെറ്റ് ചെയ്യുക, അവിടെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് ഡെവലപ്പ് ചെയ്യുക, ആ സ്റ്റോറി എങ്ങനെയാണ് നിങ്ങൾ റിസൊല്യൂഷനിൽ എത്തിക്കുക, ആ വിഷ്വൽ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയാണ്, അതായത് നിങ്ങൾ പറയാനുള്ളത് നിങ്ങൾ എങ്ങനെയാണ് കമ്പോസ് ചെയ്തത്. നല്ല കഥ ഉണ്ടായി, നല്ല കുറെ ആക്ടേഴ്സ് ഉണ്ടായിട്ടൊന്നും കാര്യം, അത് കമ്പോസ് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോഴാണ് നമ്മളിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഹൗ വിൽ യു കീപ് ദം എൻഗേജ്? റൈറ്റിംഗ് ഡൗൺ ഫോഴ്സസ് യു തിങ്കിങ് ത്രൂ. കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ബ്രേക്ക് ഡൗൺ ഇൻ ടു ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കണ്ടന്റ്. കേട്ടോ, ആ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കണ്ടന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ. അതായത് നമ്മൾ ആ ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഒരു ബേസിക് ബ്ലോക്ക് ഉണ്ട്. അതായത് ആ കാര്യം ഒരു 30 സെക്കൻഡ് വീഡിയോയിലൂടെ നിങ്ങൾ ഒരു വലിയ മെസ്സേജ് പാസ് ചെയ്യുന്നെങ്കിൽ അത് കമ്പോസ് ചെയ്ത് വേണം. ചില വീഡിയോസ് നമ്മൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആവില്ലേ, അത് കമ്പോസ് ചെയ്ത രീതിയാണ്. അത് നമ്മളിലേക്ക് എത്തുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ നല്ല രീതിയിൽ അതെങ്ങനെ നമ്മൾ പോർട്രേറ്റ് ചെയ്യുന്നത്, അതിനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. Formulate the information into clusters and group. What patterns emerge? How can you make the information more modular? Given your goals, what is most fundamental unit of information? You can use index card to break down information into modules. അതായത് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ കമ്പോസ് ചെയ്യാം. ഇപ്പൊ ഇന്നലെ ഞാൻ ഐസ് ബ്രേക്കിംഗ് സെഷനിൽ കാണിച്ചു ഒരു എക്സാം പേപ്പർ എങ്ങനെ എഴുതണമെന്ന്. അപ്പൊ അതിൽ നിങ്ങൾ കോമ്പോസിഷൻ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, ആദ്യം ഇൻട്രൊഡക്ഷൻ എഴുതാം, അതിനുശേഷം
അതിനുശേഷം 4 ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ എഴുതുക. അതിനുശേഷം 7 സീസിന് ഹെഡിങ് കൊടുക്കുക. 7 സീസിന്റെ പേര് മാത്രം എഴുതുക. അതിനുശേഷം എഴുതുക. ഇറ്റ്സ് എ പാറ്റേൺ ടീച്ചേഴ്സിനെ ഇംപ്രസ് ചെയ്യാനുള്ള. അതിനെയാണ് കോമ്പോസിഷൻ. അതായത് നമ്മൾ എങ്ങനെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, എങ്ങനെ വൃത്തിക്ക് പാസ് ചെയ്യുന്നു, അതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ അടുത്തതാണ് കോൺട്രാസ്റ്റ് ഉണ്ടാക്കിയ ഡിഫറൻസിനെയാണ് കോൺട്രാസ്റ്റ്. വാട്ട് ആർ ദ ഡിഫറൻസ് ദാറ്റ് മാറ്റർ? ഡിഫറൻസ് മാറ്റർ ചെയ്യുന്ന ഡിഫറൻസ്. യൂസ് കോൺട്രാസ്റ്റ് ടു ഹൈലൈറ്റ് ദം. ബിഗ് വേഴ്സസ് ലിറ്റിൽ, റഫ് വേഴ്സസ് സ്മൂത്ത്, ബ്ലാക്ക് വേഴ്സസ്. കമ്പാരിസൺ അല്ലെങ്കിൽ രണ്ട് ഭാഗം പറയുമ്പോൾ when making any point ask in comparison with what, അല്ലെ? എന്തിനെ കൊണ്ടാണോ കമ്പയർ ചെയ്യുന്നത് അതും വ്യക്തമായിരിക്കണം. കോൺട്രാക്ട് ഇസ് എ ട്രിഗർ ടു ബ്രെയിൻ ദാറ്റ് സേസ് പേ അറ്റൻഷൻ. ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മളെ അറ്റൻഷൻ കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതായത് ജസ്റ്റ് കമ്പയർ ചെയ്യുന്നതിനെയാണ് കോൺട്രാക്ട്, അല്ലെങ്കിൽ ഡിഫറൻസ് പറയുന്നതിനെയാണ് കോൺട്രാക്ട്. പിന്നെ കൺസിസ്റ്റൻസി. Unless you are highlighting difference, keep things like color, font, spacing, and type sizes consistent to avoid distracting paper. ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാന്നറിയോ? നിങ്ങളുടെ എക്സാമിൽ ഉപയോഗിക്കാം. കൺസിസ്റ്റൻസി അല്ലെ, എന്താ പറയാ, ഒരേ കളർ പെന്നോണ്ട് എഴുതാ, പെൻസിലോണ്ട് അണ്ടർലൈൻ ചെയ്യാ, മെയിൻ പോയിന്റ്സ് അണ്ടർലൈൻ, അതൊക്കെ കൺസിസ്റ്റൻസിയാണ്. അതായത് അൺലെസ് യു ആർ ഹൈലൈറ്റിംഗ് ഡിഫറൻസ്, കീപ് തിങ്സ് ലൈക്ക് കളർ, ഫോണ്ട്, സ്പേസിംഗ് ആൻഡ് ടൈപ്പ് സൈസസ് കൺസിസ്റ്റന്റ് ടു അവോയ്ഡ് ഡിസ്ട്രാക്ടിങ് പീപ്പിൾ. ഒരുപാട് വിട്ട് എഴുതാ, ഒരുപാട് അടുപ്പിച്ച് ചെയ്ത് ഇതൊക്കെ ടീച്ചേഴ്സിന് ഡിസ്ട്രാക്ട് ഉണ്ടാവും. നേരെ മറിച്ചിട്ട് നമ്മുടെ കുറച്ചൊരു സ്പേസിംഗ് ഒക്കെ കൊടുത്തിട്ടാണ്. ഇതൊക്കെ എഴുത്തിന്റെ ഭാഗമായിട്ട് ഈ കോൺട്രാക്റ്റും അതുപോലെ കൺസിസ്റ്റൻസി. കോൺട്രാസ്റ്റ് ടോക്കിങ്ങിൽ യൂസ് ചെയ്യാം. കൺസിസ്റ്റൻസി ഒക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോഴേക്കാണ്. റിസർച്ച് ഷോ ദാറ്റ് എനി എക്സ്റ്റീരിയസ് ഇൻഫർമേഷൻ വിൽ ഡിസ്ട്രാക്ട് ഫ്രം പീപ്പിൾസ് എബിലിറ്റി ടു എലിമിനേറ്റ് ആൻഡ് ലേൺ. അല്ലെ, ഒരു പേജിൽ കുറെ വിട്ടിട്ടാണ്, ഒരു പേജിൽ കുറെ അടുത്തിട്ടാണ്, എങ്ങനെ വാരി വലിച്ചിട്ടാണ്, അതൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യും. ഡിസ്ട്രാക്ട് ചെയ്യാതെ എഴുതാൻ വേണ്ടി കൺസിസ്റ്റൻസിയിൽ എഴുതാൻ, അതായത് കളറും ഒക്കെ സെയിം ആയിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം ഹൈലൈറ്റ് ചെയ്യാം. It requires repetition to achieve penetration. The story must be consistent. കണ്ടോ, റിപ്പിറ്റേഷൻ വേണം നമ്മളെ മനസ്സിലേക്ക് ഇങ്ങോട്ട് കയറണം ഒരേപോലെ. ഇപ്പൊ ഈ ഒരു പേജിൽ ഞാൻ കുറെ അവിടെ കുറച്ച് ഇവിടെ കുറച്ച് കുറെ സ്പേസിലാണ്, നിങ്ങൾക്ക് അത് വൃത്തിയായിട്ട് തോന്നില്ല. സോ കൺസിസ്റ്റൻസീസ് മസ്റ്റ്. എല്ലാത്തിലും ഒരേപോലെ ഇരിക്കുന്നതിനെയാണ് കൺസിസ്റ്റന്റ്. അൺലൈക്ക് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം, പക്ഷെ ബാക്കിയെല്ലാം ഒരേപോലെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മള് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 7, അപ്പൊ വാക്കുകളിലൂടെ ആയാം, എഴുത്തുകളിലൂടെ ആയാം, വിഷ്വൽ പ്രസന്റേഷനിലൂടെ, എങ്ങനെയാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഇസ് കണ്ടന്റ്, ഉള്ളടക്കം, കോണ്ടെക്സ്റ്റ് സന്ദർഭം, ചാനൽ മാധ്യമം, ഏത് മാധ്യമമാണ് ഉപയോഗിക്കുന്നത്, ക്ലാരിറ്റി സുതാര്യത, കോമ്പോസിഷൻ അതിന്റെ മലയാളം എനിക്ക് സത്യമായിട്ട് അറിയില്ല, കമ്പോസ് ചെയ്യുക അതേ അറിയുള്ളൂ, കോൺട്രാസ്റ്റ് അത് വ്യത്യാസം, കൺസിസ്റ്റൻസി മൊത്തത്തിൽ ഒരേപോലെ ഇരിക്കണം. അതായത് ഫോണ്ട്, കളറൊക്കെ കുറെ പച്ചോണ്ട് ചെയ്ത് കുറെ മഞ്ഞോണ്ട് അങ്ങനെ ഒരേ രൂപത്തിലിരിക്കണം. എന്നാൽ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ആവാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് 7 C's. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തൊക്കെ എഴുതണം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആദ്യം എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. 4 കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, ഗ്രൂപ്പ് ആൻഡ് നാലാമത്തത് നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷൻ. പിന്നെ നമ്മൾ 7 C's ഓഫ് കമ്മ്യൂണിക്കേഷൻ എഴുതാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാരും ഒന്ന് പറഞ്ഞു ഓക്കെ ആണോ എന്ന്. അടുത്തത് പറയാൻ വേണ്ടി പോണത് ഐഡന്റിഫൈ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് എ റോൾ ആൻഡ് ഫംഗ്ഷൻ ഇൻ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്, എന്തൊക്കെ വേണം, ആൻഡ് റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ഇതിൽ റോൾ ആൻഡ് ഫംഗ്ഷൻ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഞാനിപ്പം പറയാൻ വേണ്ടി പോകുന്നത് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. 5 മാർക്കിന് 10 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഫക്റ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻ ടു എ സീരീസ് ഓഫ് 8 എസെൻഷ്യൽ കമ്പോണൻസ്. കേട്ടോ, കമ്മ്യൂണിക്കേഷന് 8 എസെൻഷ്യൽ കമ്പോണൻസ് ഉണ്ട്. ഈച്ച് ഓഫ് വിച്ച് സെർവ്സ് ആൻ ഇന്റഗ്രൽ ഫംഗ്ഷൻ ഇൻ ഓവറോൾ. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഓവറോൾ എടുക്കുമ്പോൾ ഈ മൊത്തം വേണം.
8 ഏതൊക്കെയാണ്? സോഴ്സ്, മെസ്സേജ്, ചാനല്, റിസീവർ, ഫീഡ്ബാക്ക്, എൻവയോൺമെന്റ്, കോണ്ടെക്സ്റ്റ്, ഇൻഫറൻസ്. ഇപ്പൊ ഞാനൊരു മെസ്സേജ് എഴുതാണ്. ഹേ, ആർ യു കമ്മിങ് ഫോർ മാരേജ്? ഓക്കെ, the source ആണ് ഫസ്റ്റ് വൺ. The source imagine, creates and sends the message. സോഴ്സ് ആണ് ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൻഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഞാനാണ് സോഴ്സ്, ഞാനാണ് ഈ ഒരു മെസ്സേജ് ഇമാജിൻ ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്, ഞാനാണ് അയക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ I am the source. The source encode the message by choosing just right order to the best word to convey intended meaning and presents or send the information to the audience receiver. ഞാനിത് എന്താണെന്ന് കറക്റ്റ് എൻകോഡ് ചെയ്തു, ഈ മെസ്സേജ് കറക്റ്റ് ഓർഡറിലാക്കി. ഹേ, ആർ യു കമ്മിങ് ഫോർ മാരേജ് എന്ന് എഴുതി, അതിനൊരു എന്താ പറയാ ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ടു. എന്നിട്ട് ഞാൻ ഇത് എനിക്ക് വേണ്ട ഓഡിയൻസിന് ഞാൻ ഇവിടുന്ന് ഒരു റാൻഡം ആയിട്ട് ഞാനൊരു പേര് സെലക്ട് ചെയ്യാണ്. തീർത്ഥയ്ക്കാണ് ഞാൻ ഇത് അയക്കാൻ പോകുന്നത്. ബൈ വാച്ചിങ് ഫോർ ദ ഓഡിയൻസ് റിയാക്ഷൻ ദ സോഴ്സ് പെർസീവ് ഹൗ വെൽ ദേ റിസീവ് ദ മെസ്സേജ് ആൻഡ് റെസ്പോൺസ് വിത്ത് ക്ലാരിഫിക്കേഷൻ ഓർ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ. അപ്പൊ എന്താണ്, ഈ മെസ്സേജ് ഞാൻ തീർത്ഥക്ക് അയക്കും. എന്നിട്ട് അവളുടെ തീർത്ഥയുടെ റെസ്പോൺസ് ഞാൻ നോക്കുകയാണ് ചെയ്യാം. ബൈ വാച്ചിങ് ദ ഓഡിയൻസ് റിയാക്ഷൻ ദ സോഴ്സ് പെർസീവ് ഹൗ വെൽ ദേ. അപ്പൊ തീർത്ഥ എനിക്ക് തിരിച്ചയക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും തീർത്ഥക്ക് ഞാൻ അയച്ച മെസ്സേജ് എത്രത്തോളം മനസ്സിലായി എന്ന്, അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന്. കറക്റ്റ്. അല്ലെങ്കിൽ തീർത്ഥ ചിലപ്പോൾ സോറി എനിക്ക് മനസ്സിലായില്ല എന്നാണ് എനിക്ക് അയക്കുന്നെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും തീർത്ഥ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. നേരെ മറിച്ച് കൃത്യമായിട്ട് ഞാൻ നാളെ വരും, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ഉത്തരവാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം, എനിക്ക് പെർസീവ് ചെയ്യാം. അതാണ് ബൈ വാച്ചിങ് ദ ഓഡിയൻസ് റിയാക്ഷൻ. തീർത്ത് എനിക്ക് അയക്കുന്ന മെസ്സേജ് കണ്ടിട്ട് എനിക്ക് എന്ത് ഉറപ്പിക്കാം? ദ സോഴ്സ് പെർസീവ് ചെയ്യാണ്, ഞാൻ പെർസീവ് ചെയ്യാണ് എന്ത്, എത്രത്തോളം എന്റെ മെസ്സേജ് തീർത്തേക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം അയക്കുന്ന ആൾ, ആ മെസ്സേജ് അയക്കുന്ന ആൾ, അല്ലെങ്കിൽ ആ മെസ്സേജ് കൺവേ ചെയ്യുന്ന ആള്, മെസ്സേജ് സംസാരിക്കുന്ന ആള്, അതാണ് സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സെക്കൻഡ് വൺ, മെസ്സേജ്. നമ്മൾ പാസ് ചെയ്യുന്ന കണ്ടന്റ് അല്ലെങ്കിൽ മെസ്സേജിനാണ് മെസ്സേജ്. ഹേ, ആർ യു കമ്മിങ് ഫോർ ദ മാരേജ്? ഇതാണ് മെസ്സേജ്. ദ മെസ്സേജ് ഇസ് ദ സ്റ്റിമുലസ് ഓർ മീനിങ് പ്രൊഡ്യൂസ് ബൈ ദ സോഴ്സ് ഫോർ ദ റിസീവർ ഓർ ഓഡിയൻസ്. റിസീവറിന് വേണ്ടിയോ ഓഡിയൻസിന് വേണ്ടിയോ ഞാൻ ഉണ്ടാക്കുന്ന ആ മീനിങ് ഫുൾ ആയിട്ടുള്ള കോണ്ടന്റിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. ദ മെസ്സേജ് ബ്രിങ് ടുഗദർ വേർഡ്സ് ടു കൺവേ മീനിങ്, ബട്ട് ഇറ്റ് ഓൾസോ അബൌട്ട് ഹൗ ഇറ്റ്സ് കൺവേഡ് ത്രൂ നോൺ വെർബൽ ക്യൂസ്, ഓർഗനൈസേഷൻ, ഗ്രാമർ, സ്റ്റൈൽ ആൻഡ് അതർ എലമെന്റ്സ്. കണ്ടോ, മെസ്സേജ് ആണ് നമ്മുടെ മീനിങ് കൺവേ ചെയ്യുന്ന ഒരു ഭാഗം. പല ഘടകങ്ങളുണ്ട്. നോൺ വെർബൽ ക്യൂസ് അയക്കാം. അപ്പൊ നമ്മളെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുമ്പോൾ അത് നോൺ വെർബൽ ക്യൂ ആണ്, അതിന്റെ അർത്ഥം അതൊരു ചോദ്യമാണ്. ഓർഗനൈസേഷനിൽ അല്ലെ, കറക്റ്റ് ഓർഗനൈസേഷൻ, ഗ്രാമർ, സ്റ്റൈല്. ഇപ്പൊ ഹേ, അതെന്റെ സ്റ്റൈലാണ്, ആ രീതി. മെസ്സേജ് എന്ന് പറയുന്നത് റിസീവറിന് നമ്മൾ അയച്ചു കൊടുക്കുന്ന ഒരു കണ്ടന്റിനെയാണ്. ഇനി ചാനൽ, മാധ്യമം. ഞാൻ വാട്സപ്പ് വഴിയാണ് ഇത് അയക്കുന്നത്. അപ്പം ഇന്റർനെറ്റ് ആണ്, വാട്സപ്പ് ആണ് എന്റെ മാധ്യമം. അല്ലെങ്കിൽ അത് നേരിട്ട് പറയുകയാണെങ്കിൽ എയർ എന്ന മാധ്യമം, അല്ലെങ്കിൽ നേരിട്ട് കൺവേ ചെയ്യാണ്. പല രീതിയിൽ പോസ്റ്റൽ, ലെറ്റർ ആണെങ്കിൽ പോസ്റ്റൽ, ഏത് മാധ്യമമാണോ. ദ ചാനൽ ഇസ് ദ വേ ഇൻ വിച്ച് മെസ്സേജ് ഓർ മെസ്സേജസ് ട്രാവൽ ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് റിസീവർ. ഞാനും തീർത്തിയും തമ്മിലുള്ള ആ ഒരു എങ്ങനെ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നു ആ മാധ്യമത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് വിളിക്കുക. സ്പോക്കൺ ചാനൽ ഉണ്ട്, അതാണ് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, സ്പീച്ചസ്, ഫോൺ കോൺവെർസേഷൻ, വോയിസ് മെസ്സേജസ്, റേഡിയോ, പബ്ലിക് അഡ്രസ് സിസ്റ്റം, സ്കൈപ്പ്, പിന്നെ മോട്ടിവ്, IMO, ഇതൊക്കെ എന്താണ്, സ്പോക്കൺ ചാനൽസ് ആണ്. റിട്ടൺ ചാനൽസ് ഉണ്ട്, കത്തുകൾ, ലെറ്റർ ഉണ്ട്, മെമ്മോറാൻഡം, പർച്ചേസ് ഓർഡർ, ഇൻവോയ്സ്, ന്യൂസ് പേപ്പർ, മാഗസിൻ ആർട്ടിക്കിൾ, ബ്ലോഗ്, ഇമെയിൽ, ടെക്സ്റ്റ് മെസ്സേജ് ആണ്. ഞാനിപ്പം വാട്സപ്പിലെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് ഞാനിപ്പോൾ ആർക്ക് അയക്കുന്നത്, തീർത്തേക്ക്. ട്വീറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, റിട്ടൺ ചാനൽസ് ആണ്. അപ്പൊ ചാനൽ ഏത് മാധ്യമം, അത് സ്പോക്കൺ ചാനലും ഉണ്ട്, റിട്ടൺ ചാനലും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി റിസീവർ ആണ്, സ്വീകരിക്കുന്ന ആള്. അപ്പൊ തീർത്ഥയാണ് ഇവിടെ റിസീവർ. ദ റിസീവർ റിസീവ് ദ മെസ്സേജ് ഫ്രം ദ സോഴ്സ്. എന്നിൽ നിന്ന് തീർത്ഥ ഈ മെസ്സേജ് സ്വീകരിക്കുന്നു. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ മെസ്സേജ്, അത് വായിച്ച് മനസ്സിലാക്കുന്നു. ഇൻ വേ ബോത്ത് ഇന്റൻഡഡ് ആൻഡ് അൺഇന്റൻഡഡ് ബൈ ദ സോഴ്സ്. ഇന്റൻഡഡ് ആയിട്ടും അൺഇന്റൻഡ് ആയിട്ടും ഒക്കെ അതിനൊന്ന് അനലൈസ് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ജെന്യുവൻ ആയിട്ട് അയച്ചതാണ്, എന്തിനായിട്ട് അയച്ചതാ, ഇതിനാണ്, ഇതിന് അനലൈസ് ചെയ്യാണ്. ഇതാണ് റിസീവർ. അതായത് ആ മെസ്സേജ് സ്വീകരിക്കുന്ന ആളാണ് റിസീവർ. ഇനി ഈ മെസ്സേജ് സ്വീകരിച്ച ശേഷം ഈ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. യെസ്, ഐ വിൽ ബി ദേർ.
തീർത്ത് എനിക്ക് തിരിച്ചയക്കാണ്. When you respond to the source intentionally or unintentionally, you are giving a feedback. താല്പര്യത്തോടെ താല്പര്യമില്ലാണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഇന്റൻഷനോട് അൺഇന്റൻഷനോടൊക്കെ നിങ്ങൾ അതിന് റിപ്ലൈ തരികയാണ്, അല്ലെങ്കിൽ എന്താണ് റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഫീഡ്ബാക്ക് ഇസ് കമ്പോസ്ഡ് ഓഫ് മെസ്സേജ് ദ റിസീവർ സെൻഡ് ബാക്ക് ടു ദ സോഴ്സ്. കണ്ടോ, റിസീവർ സെൻഡർക്ക് തിരിച്ചയക്കുന്നതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. വെർബൽ ഓർ നോൺ വെർബൽ. ഇപ്പൊ തീർത്ത് എനിക്ക് ഇങ്ങനെ കാണിച്ചിട്ടാണെങ്കിൽ അത് നോൺ വെർബൽ. യെസ്, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് ഇടുകയാണ് വാട്സാപ്പിൽ, നോൺ വെർബൽ ആണ്. Verbal or non-verbal, all these feedback signals allow the source to see how well or accurately the message was received. അപ്പൊ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയാൽ മനസ്സിലാവും എത്രത്തോളം തീർത്തക്ക് ഇത് കൺവേ ആയിട്ടുണ്ട്. ഇതാണ് ഫീഡ്ബാക്ക്. മനസ്സിലായോ ഫീഡ്ബാക്ക് എന്താണെന്ന്? പറഞ്ഞേ. ഇനി അടുത്തതാണ് എൻവയോൺമെന്റ്. The environment is the atmosphere, physical and psychological, where you send and receive message. ഇപ്പൊ ഞാൻ എന്റെ റൂമിൽ ഇരുന്നിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ആ എൻവയോൺമെന്റ്, അതാണ് എന്ത് എൻവയോൺമെന്റ്. അറ്റ്മോസ്ഫിയർ, ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എൻവയോൺമെന്റിനെയാണ് നമ്മൾ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സറൗണ്ടിങ്, പീപ്പിൾ, ആനിമൽ, ടെക്നോളജി can all influence your communication. ഇനി കോണ്ടെക്സ്റ്റ്, ഏത് സന്ദർഭം. ഞാൻ കല്യാണത്തിന് പോവാതൊക്കെ അതോട് പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ കോണ്ടെക്സ്റ്റ് of the communication interaction involves the setting, scene and expectation of individuals involved. ഏത് സീന്, ഏത് സെറ്റിങ്സ്, എക്സ്പെക്ടേഷൻസ്, ഇതൊക്കെയാണ് എന്ത് വരാം. അപ്പൊ ഞാൻ എന്റെ വീട്ടിൽ കല്യാണത്തിന് ഇറങ്ങാൻ നിൽക്കണം, അപ്പൊ ഞാൻ തീർച്ചയായും മെസ്സേജ് അയക്കണം. കോണ്ടെക്സ്റ്റ്. A professional communication context may involve business suits that directly or indirectly influence expectation of language and behavior among the participants. ഇപ്പൊ കോണ്ടെക്സ്റ്റ് ആണ്. ഇപ്പൊ ഒരു ബിസിനസ് മീറ്റിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. ക്യാഷിലാണെങ്കിൽ നീ വരുന്നോടി, ഞാൻ വരുന്നത്, ആ രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. കോണ്ടെക്സ്റ്റ്, സന്ദർഭം വളരെ പ്രധാനമാണ്. ലാസ്റ്റ് വൺ ആണ് ഇൻഫറൻസ്. ഇൻഫറൻസ് ഓൾസോ കോൾഡ് നോയ്സ് ക്യാൻ കം ഫ്രം എനി സോഴ്സ്. അതായത് ഈ ഞാനും തീർച്ചയായും നമ്മളുടെ സോഴ്സും റിസീവറും തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കാണ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. നെറ്റ് കട്ടാവാം, അല്ലെങ്കിൽ തീർച്ചയുടെ ഫോൺ ഓഫ് ആയി പോകാം, ഇതൊക്കെ ഇൻഫറൻസ് ആണ്. ഇൻഫറൻസ് ഇസ് എനിത്തിങ് ദാറ്റ് ബ്ലോക്സ് ഓർ ചേഞ്ച് ദ സോഴ്സ് ഇന്റന്റ് മീനിങ് ഓഫ് ദ മെസ്സേജ്. കണ്ടോ, ഈ സോഴ്സിന്റെ മെസ്സേജിനെ ബ്ലോക്ക് ആക്കുന്ന എന്തും എന്താണ് ഇൻഫറൻസ് ആണ്. ദിസ് ക്യാൻ ബി ഇന്റേണൽ or external or psychological. Noise inference with the normal encoding and decoding of the message carried by the channel between the source and receiver. അതായത് സോഴ്സും റിസീവറും തമ്മിലുള്ള മെസ്സേജ് കൈമാറ്റുന്നതിനിടയിൽ ചാനലിന് വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട്, അതായത് അത് കാരണം ആ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കാതെ പോവാണ്, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏത് ഘടകം എന്താണ് ഇൻഫറൻസ് ആണ്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് നമുക്ക് എന്തില് വരുന്നത്, എസെൻഷ്യൽ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു സബ് ടോപ്പിക് എങ്കിലും ആയിട്ട് 10 മാർക്ക് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോളാം. എന്താണ് എസെൻഷ്യൽ കമ്പോണൻസ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ. സോഴ്സ്, അത് മെസ്സേജ് അയക്കുന്ന ആള്, മെസ്സേജ് കണ്ടന്റ്, ചാനൽ ഏത് മാധ്യമത്തിലൂടെയാണ്, റിസീവർ മെസ്സേജ് സ്വീകരിക്കുന്ന ആൾ, ഈ സ്വീകരിച്ച ആള് തിരിച്ച് മെസ്സേജ് അയക്കുന്നതാണ് ഫീഡ്ബാക്ക്. ഏത് അന്തരീക്ഷമാണോ അതാണ് എൻവയോൺമെന്റ്, ഏത് സന്ദർഭമാണോ അതാണ് കോണ്ടെക്സ്റ്റ്, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തും അതാണ് ഇൻഫ്ലുവൻസ്. ഓക്കെ ആണോ? പറഞ്ഞേ, എല്ലാരും ഒന്ന് പറഞ്ഞേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് അഡ്വർടൈസ്മെന്റ്. നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. ഒന്നാണ് ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്, അടുത്ത നാളെ മോർണിംഗ് പറഞ്ഞുതരും. എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ അത് നാളെ മോർണിംഗ് പറഞ്ഞുതരാം കേട്ടോ. അപ്പം എയിംസ് ഓഫ് അഡ്വർടൈസ്മെന്റ്. അപ്പം അഡ്വർടൈസ്മെന്റ് എന്താണെന്ന് ആദ്യം എഴുതണം, അതിനുശേഷം മാത്രമാണ് എയിംസ്. ഞാനത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തതിനെ കൂടി ഇൻട്രൊഡക്ഷൻ ഇല്ല, പക്ഷെ ഇൻട്രൊഡക്ഷൻ ഇല്ലാണ്ട് എനിക്കൊന്നും പറയാൻ പറ്റൂല. സോ നമുക്ക് എന്താണ് അഡ്വർടൈസ്മെന്റ് എന്നൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയ നോട്ട് അതിനെ കൊണ്ടാട്ടോ, എക്സാം ഓറിയന്റഡ് ആയിട്ട് ഞാനിപ്പോ കുത്തിരുന്ന് ഉണ്ടാക്കിയ ഒരു നോട്ടാണ്, അതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഒരു എന്ത് പറഞ്ഞുതരാം, ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. 2 അല്ല കേട്ടോ, 3 ആണെന്ന് തോന്നുന്നു അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് ഏത് ബ്ലോക്കാന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ബ്ലോക്ക് അല്ലേ, സെക്കൻഡ് ബ്ലോക്ക് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അയ്യോ, സെക്കൻഡ് ബ്ലോക്ക് ആണോ?
യെസ്, സെക്കൻഡ് ബ്ലോക്ക് ആട്ടോ അഡ്വർടൈസ്മെന്റ്. അപ്പൊ സെക്കൻഡ് ബ്ലോക്ക് ആട്ടോ അഡ്വർടൈസ്മെന്റ്. അപ്പൊ ആദ്യം നമ്മള് അഡ്വർടൈസ്മെന്റ് എന്താണെന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇതാണ് വാട്ട് ഇസ് ആൻ അഡ്വർടൈസ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കേണ്ടത്, ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ എന്തായാലും ഏതൊരു ക്വസ്റ്റ്യൻ അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നാലും ഈ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി വെക്കണേ. ആൻ അഡ്വർടൈസ്മെന്റ് അതായത് ആഡ്, പരസ്യം, നമ്മളെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം. ആൻ അഡ്വർടൈസ്മെന്റ് ഇസ് എസെൻഷ്യലി എ പീസ് ഓഫ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ ഓർത്തു വെച്ചോളാം, സോഷ്യൽ സൈക്കോളജിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ഭാഗമാണ്. Persuasive because it seems to influence public opinion by coaxing people into accepting what it has to offer. അതായത് ആളുകളുടെ ഒപ്പീനിയൻ മാറ്റാൻ വേണമെങ്കിൽ, ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന മെസ്സേജ്. ഇതാ പിന്നെ റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് ഫ്രണ്ട്സ് തമ്മിൽ പോലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സോപ്പാണ്, അല്ലെങ്കിൽ ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അല്ലെ, മഴ വന്ന പോപ്പിക്കൂട അല്ലെ, മഴ വന്ന പോപ്പിക്കൂടാന്ന് നമ്മളൊരു ഉള്ളിൽ, നമുക്ക് വേറെ കുടന്റെ പരസ്യത്തിനൊന്നും ഓർമ്മയില്ല അല്ലെ, മഴ വന്ന പോപ്പിക്കൂട. അതാണ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, അതാണ് പെർസ്വേസീവ്. അത്തരത്തിലുള്ളതാണ്. നിങ്ങളിൽ ആരെങ്കിലും സ്കൂബിഡു ബാഗ് വേണമെന്നൊക്കെ വാശി പിടിച്ചിട്ടുണ്ടോ? ഞാൻ വാശി പിടിച്ചിട്ടുണ്ട്. നമ്മളെ ആൾക്ക് സ്കൂബിഡു ആണ്, വൈൽഡ് ഒന്നും ഇല്ലായിരുന്നു അല്ലെ. നമുക്ക് അന്ന് ലക്ഷറി സ്കൂബിഡേന്റെ ബാഗായിരുന്നു. സ്കൂബിഡേ ചങ്ങാതി ഓർമ്മയുണ്ടോ? ഈ മഴക്കാലത്ത് ഓർമ്മിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ സ്കൂൾ തുറപ്പിന് ഓർമ്മിക്കാൻ പറ്റുന്ന രണ്ടെണ്ണാണ്. ഒന്ന് സ്കൂബിഡേ ചങ്ങാതിയും, പിന്നെ മഴ വന്ന പോപ്പിക്കൂട അല്ലെ. യെസ്, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. പിന്നെ വേറെ ഒരു ബാഗ് നമുക്ക് വേണ്ട, സ്കൂബിയുടെ തന്നെ. അപ്പം അഡ്വർടൈസ്മെന്റ് ഇസ് എസെൻഷ്യൽ പീസ് ഓഫ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് പാസ് ചെയ്യുന്നതാണ് പെർസ്വേസീവ്. An advertisement is also a paid announcement intended to promote the sale of the product or service, to advance an idea or bring about some other effect desired by the advertiser. അല്ലെ, ഇപ്പൊ നിങ്ങൾ എന്റെ ആഡൊക്കെ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇഗ്നോ BAPSH പഠിക്കാം, പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. ഇപ്പം എന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ഒരു പെയ്ഡ് അനൗൺസ്മെന്റ് ആണ്, പ്രൊമോട്ട് ചെയ്യാണ് എന്റെ പ്രോഡക്റ്റ്. ഞാൻ BAPSHന്റെ ക്ലാസ് എടുക്കുന്ന ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ പ്രൊമോട്ട് ചെയ്യാണ്, ഒരു ഐഡിയ നിങ്ങൾക്ക് ഓഫർ ചെയ്യാണ്, അത് എഫക്റ്റ് ഉണ്ടാക്കാണ് നിങ്ങൾ. It is a general message, not forcing anyone to buy anything, but inviting everyone to identify, understand, and adopt the use of good service and ideas. ആരെയും ഫോഴ്സ് ഒന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ പറയാണ്, സൈക്കോളജി പഠിക്കാൻ പ്രാക്ടീസിങ് സൈക്കോളജി, ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ആരെയും വരാൻ പറയുന്നില്ല. പക്ഷെ അതിലൂടെ ഞാൻ എന്താക്കുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യൂ, നിങ്ങൾക്ക് നല്ല ക്ലാസ്സസ് പ്രാക്ടീസിങ് സൈക്കോളജിയിലൂടെ പഠിക്കാറുണ്ട്. അപ്പൊ എന്താണ് അഡ്വർടൈസിങ്? ഒരു പീസ് ഓഫ് പെർസ്വേസീവ് കമ്മ്യൂണിക്കേഷൻ ആണ്, പെയ്ഡ് അനൗൺസ്മെന്റ് ആണ്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രോഡക്റ്റ്, ഫോഴ്സ് ചെയ്യുന്നൊന്നുമില്ല, നമ്മുടെ വസ്തുവിനെ പറ്റി നമ്മൾ പ്രൊമോഷൻ ആണ് കൊടുക്കുന്നത്. ഇതാണ് അഡ്വർടൈസ്മെന്റിന്റെ എന്താ ഇൻട്രൊഡക്ഷൻ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? നിങ്ങൾ പറ, ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി. ഇനി എന്തൊക്കെ എയിമാണ് ഒരു ആഡ് കൊടുക്കുമ്പോൾ ഉള്ളത്? ഫസ്റ്റ് വൺ, പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ സൈക്വസ്റ്റ എന്ന പ്രോഡക്റ്റ് ആണ്. അഡ്വർടൈസിങ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ടു പീപ്പിൾ ഇൻ ദ മാർക്കറ്റ്. ഒരു ന്യൂ പ്രോഡക്റ്റ്, ഒരു 2-3 വർഷമായിട്ട്, 2 വർഷം ആവുന്നേ ഉള്ളൂ സൈക്വസ്റ്റ് ഇഗ്നോയിലോട്ട് വന്നപ്പോൾ ഞാൻ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇറ്റ് എക്സ്പ്ലെയിൻസ് ക്ലിയർലി ദ ഫീച്ചേഴ്സ് ആൻഡ് യൂസ് ഓഫ് എ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചിങ് ബൈ ദ കമ്പനി. ആണോ പ്രോഡക്റ്റ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ പ്രോഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് ശരിക്കും ആഡിലൂടെ നടക്കുന്നത്. ഒരെണ്ണം എന്താണ്, പ്രോഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തത് ക്രിയേറ്റിംഗ് അവയർനെസ് ആണ്. Advertising is the medium through which business informs about its products or services to the wider market. Wider മാർക്കറ്റിലേക്ക് ഇത് എത്തിക്കാണ് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അവയർനെസ് ഉണ്ടാക്കാണ്. ഈ BAPSHന്റെ ക്ലാസ് എടുക്കുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണെന്ന് പറയുന്ന സമയത്ത് അതൊരു അവയർനെസ് ഉണ്ടാക്കാണ് ആളുകളിൽ.
Okay. Okay. ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരട്ടെ. അവയർനെസ്, ഇറ്റ് ക്രിയേറ്റ്സ് എ വൈഡ് അവയർനെസ് റിഗാർഡിംഗ് ദ കമ്പനി പ്രൊഡക്ട്സ് എമംഗ് ദ പീപ്പിൾ. ഒരു വൈഡ് അവയർനെസ് ഉണ്ടാക്കാണ് എന്തില്, നമ്മുടെ കമ്പനീനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പ്രോഡക്റ്റിനെ പറ്റിയിട്ട്. ഇനി പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട് ആ ഒരു ആഡില്. Product differentiation is another important role played by advertising. It helps the business in differentiating their product from other products by properly explaining product features and advantages to customer. ഇവിടെ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് കൊടുക്കാണ്. എന്താണ് കൊടുക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ് മറ്റൊരു പ്രോഡക്റ്റിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളത്. അതായത് ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കണ്ടന്റ് എങ്ങനെയായിരുന്നു, പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിന് കൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ആഡ് കാണിച്ചു തരാം. യെസ്, ഒരു ഫ്രീ പ്രൊമോഷൻ ആവട്ടെ അല്ലെ? ഓക്കെ. കാണുന്നുണ്ടോ? പറഞ്ഞേ. യെസ്, നോക്കിക്കേ ഇവിടെ എന്താണ്? യെസ്, ഇതെന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. നമ്മുടെ സൈക്വസ്റ്റയുടെ ഫസ്റ്റ് ഇയർ ഇഗ്നോ BAPSH പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനെ കൂടെ പഠിച്ചാണ്. കണ്ടോ, ഡിഫറൻസിയേഷൻ ആണ്. പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്, അതായത് ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഇതാണ് എന്ത്, നമ്മുടെ കൂടുതൽ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ എന്താണ് ഇവിടെ കാണിക്കുന്നത്, പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ. അപ്പൊ നോക്കിക്കേ, ഞാൻ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അവയർനെസ് ഉണ്ടാക്കാണ് ആളുകളിൽ പ്രോഡക്റ്റ് മറ്റുള്ള ആഡുകൾ, അതാണ് മറ്റുള്ള ഇഗ്നോ BAPSH ക്ലാസ്സിൽ നിന്ന് എന്താണ് വ്യത്യാസം. ഇനി ഇൻക്രീസിംഗ് സെയിൽസ്. അഡ്വർടൈസിംഗ് ഹെൽപ്പ് ഇൻ റേസിംഗ് ദ സെയിൽസ് വോളിയം ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ. ഇറ്റ് സ്പ്രെഡ് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എമംഗ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് പെർസ്യൂഡ് ദം ഫോർ പർച്ചേസിംഗ് ഇറ്റ്. അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സെയില്, അല്ലെ? ഇപ്പം ആദ്യമൊക്കെ വളരെ കുറച്ച്, ഞാൻ പടിപടിയായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു. ആദ്യമൊക്കെ വളരെ കുറച്ച് ആളുകൾക്ക്, ഇപ്പൊ വരുന്നവരൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഒരു സൈക്വസ്റ്റ് ഉള്ളത് അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ വലിയൊരു ടീമിനൊന്നും വെച്ച് മാർക്കറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ എനിക്ക് ആളുകളിലൂടെ അറിഞ്ഞാൽ മതി എന്നാണ്. അതായത് നിങ്ങളോടാണ് ഷെയർ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ പറയും. അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് ഒത്തിരി പേരിലേക്ക്. അപ്പം മെസ്സേജ് എന്ത് ചെയ്യുന്നുണ്ട്, ആ അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആഡ് ആണെങ്കിൽ പോലും ഇത് കണ്ടിട്ട് ഒത്തിരി പേര് സൈക്കോസ്റ്റയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു എന്ത് ചെയ്യുന്നുണ്ട്, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി overcome competition. Advertising assists business organization in facing strong market competition. നിങ്ങൾക്കറിയാം സൈക്വസ്റ്റ് വരുന്നതിന് മുന്നേ ഇവിടെ വളരെ പ്രമുഖമായിട്ടുള്ള കുറെ ബിസിനസ് ഇഗ്നോക്ക് ക്ലാസ് എടുക്കുന്നവരുണ്ട്. അവിടെയാണ് നമുക്കൊരു എന്തായത് ഒരു കോമ്പറ്റീഷൻ ആയത്, അല്ലെ? അവിടെ എന്താ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ്. വേറെ ഒരു പ്രത്യേകത ഉണ്ട്, എനിക്ക് തോന്നുന്നു മിക്ക ഇഗ്നോയിലെ ക്ലാസ് എടുക്കുമ്പോഴും ഒരേ ടീച്ചർ അല്ല, പല പല ടീച്ചേഴ്സ്, പല പല സബ്ജക്ട്. ഇപ്പൊ ഹോണസ്റ്റ്ലി പറയാണ്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ്, പക്ഷെ എലക്ടീവ് പേപ്പേഴ്സ് കംപ്ലീറ്റ്ലി ഞാൻ പഠിച്ചതാ. കാരണം ഇതൊന്നും ഞാൻ പഠിക്കാത്ത കാര്യങ്ങളാണ്. മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എനിക്ക് ഒരു കുന്തും അറിയില്ലായിരുന്നു. അയ്യോ, മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പിന്നെയും ഒപ്പിക്കാം. ഇന്ത്യൻ സൊസൈറ്റി, മറ്റേ ഗവേണൻസ്, ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചതാ. ആൻഡ് ഫിലോസഫി ഓഫ് റിലീജിയൻ എനിക്ക് ഒത്തിരി മാറ്റം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം ഇതൊക്കെ ഞാൻ ഒരേ ടീച്ചർ തന്നെ, അവിടെ എൻ്റെ ഒരു എന്താ പറയാ വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒറ്റ ടീച്ചറെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ സൈക്കോസ്റ്റയിൽ. എല്ലാ വിഷയവും കൈകാര്യം ചെയ്യുന്നത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള അബ്ദുൽ നാഫി. ഇപ്പൊ നോക്കിക്കേ, ഞാൻ എടുക്കുന്നത് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ സൈക്കോസ്റ്റൈനെ പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. സൈക്കോളജിക്കൽ പ്രോസസ്, ഹോബി പോലെയുള്ള സൈക്കോളജി. അപ്പം കോമ്പറ്റീഷൻ അവിടെ ഓവർകം ചെയ്യണം. Okay, it enables in providing detailed information regarding product and differentiate it from others competitors product. കണ്ടോ, ബാക്കി കുറെ ഇങ്ങനെ BAPSH ക്ലാസ് എടുക്കുന്നതിലും അവിടെ വ്യത്യസ്തമായിട്ട് ഞാൻ കോമ്പറ്റീഷൻ ഓവർകം ചെയ്യാണ് എന്റെ ഈ ഒരു ഒറ്റ മെസ്സേജിൽ. എന്താണ്, പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനെ കൂടെ. വേറെ ആർക്കെങ്കിലും ബ്രേക്ക് ആവുന്നുണ്ടോ? എനിബഡി എൽസ്? വേറെ ആർക്കെങ്കിലും? അരുൺ, ഐ ഗെസ് അരുണിന്റെ നെറ്റ്വർക്കിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ബ്രേക്ക് ആവും. യു ക്യാൻ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ആവാം, എന്നിട്ട് തിരിച്ച് കയറാട്ടോ. റെഡിയാവും. Okay, it means through which business is able to attract more and more customers. സൈക്കോളജിയിലേക്ക് കുറെ ആൾക്കാർ വരുന്നത് ഈ ഒരു ഒറ്റ അട്രാക്ഷൻ. ഒരേ ഒരു ടീച്ചറാണ്, പിന്നെ ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് ആണ് ക്ലാസ് എടുക്കുന്നത്. കോമ്പറ്റീഷൻ ഓവർകം ചെയ്യുന്നുണ്ട് ഒരു ആഡിലൂടെ.
ഇനി enhances goodwill. Advertising has an efficient role in improving the goodwill and reputation of the business in the market. കണ്ടോ, ഒരു ഗുഡ് റെപ്യൂട്ടേഷൻ ഉണ്ടാക്കാം. BAPSH എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് സൈക്കോളജി ഹോണേഴ്സ് ആണ്. അത് കൂടുതൽ പഠിപ്പിക്കാൻ വളരെ മനോഹരമായിട്ട് പഠിപ്പിക്കാൻ കഴിയുക ഒരു സൈക്കോളജിസ്റ്റിനാണ് എന്നുള്ള ഒരു ഗുഡ് വിൽ അവിടെ മാർക്കറ്റിലേക്ക് ഈ ഒരു ആഡിലൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. റിപ്പീറ്റഡ് അഡ്വർടൈസിംഗ് ഷോസ് ദ കമ്പനീസ് പ്രസൻസ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് പ്രൊമോട്ട് ദ കമ്പനീസ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇപ്പോൾ ഇൻസ്റ്റയിലായി കഴിഞ്ഞാലും വാട്സാപ്പിലായാലും നിരന്തരമായിട്ട് നമ്മളിത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ എന്താണ് ഗുഡ് വിൽ ഉണ്ടാക്കണം. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇത് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും, യെസ് ഇതൊരു ഇപ്പൊ ഈ ഫ്രീ ക്ലാസ് തുടങ്ങിയപ്പോൾ നമുക്ക് ഒത്തിരി അഡ്മിഷനായി, ഇത്രയും അഡ്മിഷനായി, ഒരുപാട് പേര്. ഇപ്പം ആ ഗ്രൂപ്പ് 300 പേരുള്ള ഒരു ഗ്രൂപ്പ് ഇപ്പം 1000 പേരാവാറായി. It builds a better image of the brand and minds of customers. അതൊരു ബെറ്റർ ഇമേജ് ഉണ്ടാക്കും കസ്റ്റമേഴ്സിന്റെ ഇടയിൽ. Educating customers. Advertising is the medium through which companies communicate their product detailing among customers. കാരണം പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലിംഗ് ആണ്. വേറെയും ഉണ്ട് കേട്ടോ, ഡീറ്റെയിൽ പറയുന്ന വേറെയും ഉണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ, എന്തായാലും ഞാൻ ഗ്രൂപ്പിലിടും, അതിൽ മനസ്സിലാവാ ഡീറ്റെയിൽസും ഞാൻ കൊടുക്കാറുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കാറുണ്ട്. ഐ ഗസ് ഒരെണ്ണം കിടപ്പുണ്ട്, ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ. യെസ്, എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. വേറൊരു മെസ്സേജ് കാണിച്ചു തരാം. ഇതാണ് എഡ്യൂക്കേറ്റിംഗ്. വേറൊരു ആഡ് കാണിച്ചു തരാം കേട്ടോ. ഈ എഡ്യൂക്കേറ്റിംഗിൽ വരുന്നത് ഡീറ്റെയിൽസ് അബൌട്ട് പ്രോഡക്റ്റ്. ഇതിന്റെ വേറൊരു കാണുന്നുണ്ടോ? കാണുന്നില്ലേ? ഇതിൽ നോക്കിക്കേ, കംപ്ലീറ്റ് ലൈവ് ക്ലാസ്സസ് ഫോർ 8 സബ്ജക്ട്സ്. 1ാം വർഷ BAPSHന് 8 സബ്ജക്റ്റിനും ഫുൾ ക്ലാസ്സസ് ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന് സപ്പോർട്ട് ഉണ്ട്. കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്. മെന്റർ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. എക്സാമിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. അതാണ് നിങ്ങൾ ഐസ് ബ്രേക്കിംഗ് സെഷൻ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൗൺസിലിംഗ് ഫോർ എക്സാമിനേഷൻ, എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ പേഴ്സണലി നമ്മൾ കൗൺസിൽ ചെയ്യാറുണ്ട്. റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എക്സാം നമ്മൾ ഫ്രീക്വന്റ്ലി നടത്തുന്നതാണ്. കണ്ട, ഇവിടെ ഡീറ്റെയിൽ കൊടുത്തു. ഓക്കെ ആണോ? ഈ ഒരൊറ്റ ആഡിൽ നിന്ന് എൻഡോസ് ടു ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് എന്റെ ഒരു പ്രോഗ്രാമിന് ഞാൻ കൊടുത്തിട്ടുള്ള പേര്. ദിസ് ഇസ് ഡീറ്റെയിൽ, ഒരു ആഡിന്റെ ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ഉള്ള കസ്റ്റമറുടെ അടുത്ത് നമ്മൾ ഡീറ്റെയിൽ പറയാണ്. അത് ഞാൻ ഒന്നുകൂടി പറയാം, അതിലേക്ക് വരികയാണ്. നോക്കിയേ, അഡ്വർടൈസിംഗ് ഇസ് ദ മീഡിയം ത്രൂ വിച്ച് കമ്പനീസ് കമ്മ്യൂണിക്കേറ്റ് ദിയർ പ്രോഡക്റ്റ് ഡീറ്റെയിൽ എമംഗ് കസ്റ്റമേഴ്സ്. ദേ ഇൻഫോം കസ്റ്റമേഴ്സ് അബൌട്ട് ദ യൂസേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് പ്രോഡക്ട്സ് ത്രൂ അഡ്വർടൈസിംഗ്. കേട്ടോ, യൂസേഴ്സ് ആൻഡ് യൂട്ടിലിറ്റി 8 സബ്ജക്ട്, ഫുൾ ക്ലാസ്സിന്റെ ഫുഡ്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്. ഇതൊക്കെ ആഡിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇന്നതൊക്കെ സൈക്കോസ്റ്റയിൽ ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ 6 എയിമുകളാണുള്ളത്. പ്രോഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആളുകൾക്കിടയിൽ അവയർനെസ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ പ്രോഡക്റ്റ് മറ്റു പ്രോഡക്റ്റുമായിട്ടുള്ള ഡിഫറൻസിയേഷൻ പറയുന്നുണ്ട്, സെയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതുവഴി കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഗുഡ് വിൽ ഉണ്ടാക്കുന്നുണ്ട്, എൻഹാൻസ് ചെയ്യുന്നുണ്ട്, കസ്റ്റമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ എയിം മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, ഒബ്ജക്റ്റീവ്സും ചോദിച്ചിട്ടുണ്ട്. അടുത്ത പാർട്ട് ഒബ്ജക്റ്റീവ്സ്. അപ്പൊ എയിം എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞേ, എയിം എല്ലാവർക്കും മനസ്സിലായോ? പറഞ്ഞ ആർക്കെങ്കിലും ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തുണ്ടോ? കണ്ടോ, സൈക്കോളജിക്കലി ചുളുവിൽ ഞാൻ എന്റെ പ്രോഡക്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്തു കേട്ടോ. അതെ, ഇതന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പം, ഇപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മയില്ലെങ്കിലും ഞാൻ ഈ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് എന്റെ നിങ്ങളൊന്ന് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, എന്റെ ആഡ് നിങ്ങളുടെ മൈൻഡിൽ വരും. ആ ആഡിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വരും. ഡെഫിനറ്റ്ലി വന്നിട്ട് ആരെങ്കിലൊക്കെ എന്നോട് പറയുന്നുള്ളൊരു വിശ്വാസം എനിക്കാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന്റെ നെക്സ്റ്റ് പാർട്ട് ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഒരു ആഡിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്. അഡ്വർടൈസിംഗ് ഹാസ് 3 മേജർ ഗോൾസ് ടു ഇൻഫോം. 3 മെയിൻ ഗോളാണ്. To inform consumers about a service or brand. Inform ചെയ്യാ, pursued, അവരെ കൊണ്ട് ഇത് വാങ്ങിപ്പിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാം, pursued them to make a purchase or carry out a task and to recall and reinforce brand's message. ഒന്ന് ഇൻഫോം ചെയ്യാൻ സൈക്കോസ്റ്റ് എന്ന സ്ഥാപനമുണ്ട്, പെർസ്യൂഡ് ചെയ്യാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ റീകോൾ, ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ ഇനിയിപ്പോ കുറെ പേരുടെ ഉള്ളിൽ ഉണ്ടാവും ഒരു പ്രാക്ടീസിങ് ആ ആഡ് കാണുന്ന ഉള്ളിൽ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റിനെ കൂടെ പഠിക്കാം എന്നുള്ളത്. അതാണ് എന്റെ ടാഗ് ലൈൻ.
3 ഗോളുകളാണ്. ഏതൊക്കെയാണ്? ഇൻഫോം കൺസ്യൂമേഴ്സ്, ബ്രാൻഡിനെ പറ്റിയിട്ട് പെർസ്യൂഡ് ചെയ്യുക, റീകോൾ ആൻഡ് റീഇൻഫോഴ്സ് ചെയ്യുക, അവരെ അത് ഓർമ്മയിലിരിക്കുക. അപ്പം സൈക്കോളജി ഇപ്പൊ കുറെ പേര് എന്നെ വിളിക്കാറുണ്ട് കേട്ടോ, ഹോണസ്റ്റ്ലി പറയാണ്. അപ്പൊ അവർ പറയും ഇന്ന ഫ്രണ്ട് പറഞ്ഞതാണ് സൈക്വസ്റ്റിനെ പറ്റിയിട്ട്. അപ്പൊ ആരെങ്കിലും BAPSHനെ പറ്റി ചോദിക്കുമ്പോൾ സൈക്വസ്റ്റ് അവർക്ക് പറയാൻ തോന്നുന്നത് നമ്മുടെ ആഡ് നമ്മുടെ ക്ലാസ്സസ് ഒക്കെയാണ്. സോ അതാണ് 3 ഗോള്. ഇനി ഒബ്ജക്റ്റീവ്സ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ഇൻഫോം. In order to create a brand identity and promote brand exposure to the target market, an advertising agency will use advertisement. കണ്ടോ, നമുക്ക് ഈ ടാർഗറ്റ് മാർക്കറ്റിൽ BAPSH, BAPSH ആണ് എന്റെ ടാർഗറ്റ് മാർക്കറ്റ്. അവിടേക്ക് എന്റെ ബ്രാൻഡിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? എന്റെ ആഡുകൾ വേണം. The first step in achieving the objective of advertising is educating prospective customers about the brand and its offering. കേട്ടോ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ആളുകളെ എന്താണ് സൈക്കോസ്റ്റ്, അവിടെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഓഫർ ചെയ്ത് ഇൻഫോം ചെയ്യുക. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, എന്റെ പ്രോഡക്റ്റിനെ പറ്റി ഇൻഫോം ചെയ്യുക. പെർസ്യൂഡ് ഓർ അട്രാക്ട് ചെയ്യുക. ഇപ്പൊ പലരെ അട്രാക്ട് ചെയ്യുന്നത് യെസ് സൈക്കോളജി ആണല്ലോ. അപ്പൊ പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇപ്പം തേർഡ് ഇയർ, നിങ്ങളൊന്നും ഞാൻ പറയുന്നതിന്റെ വ്യത്യാസം മനസ്സിലാവണമെങ്കിൽ, പെണ്ണുങ്ങള് അല്ലെങ്കിൽ പെണ്ണുമ്പിള തള്ളി വരയ്ക്കുകയാണെന്നല്ലോ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, തേർഡ് ഇയറിന് സബ്ജക്ട് ഉണ്ട് കൗൺസിലിംഗ് സൈക്കോളജി. എനിക്ക് കോഡ് ഓർമ്മയില്ല, അവിടെ പറഞ്ഞുതരാം. തേർഡ് ഇയറിന് സബ്ജക്ട് ഉണ്ട് കൗൺസിലിംഗ് സൈക്കോളജിയുടെ ഫസ്റ്റ് ടോപ്പിക്, ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ഫ്രീ ആയിട്ടാണ് ക്ലാസ് കൊടുത്തിട്ടുള്ളത്. യൂട്യൂബ് കിടപ്പണം, അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റ് എടുക്കുമ്പോഴുള്ള വ്യത്യാസം. നമ്മളിത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് സംസാരിക്കുക. ഓക്കെ, പെർസ്യൂഡ് ഓർ അട്രാക്ട്. One of the objective of advertising is to persuade consumer to carry out സ്പെസിഫിക് പെർസ്യൂഡ് ചെയ്യാണ്. അപ്പൊ യൂട്യൂബിൽ ഞാൻ ഫ്രീ വീഡിയോസ് ഇട്ടിട്ടുള്ളത് ഒരു അഡ്വർടൈസ്മെന്റ് തന്നെയാണ്. എന്റെ ക്ലാസ്സസ് ഇങ്ങനെയാണ്, ഞാൻ ഈ ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് തരുന്നത് 2 ഉദ്ദേശമുണ്ട്. ഒന്ന് റിവിഷൻ കൊടുക്കുക, പണ്ടേ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. രണ്ടാമത്തെ എന്റെ ക്ലാസ്സസ് ഇങ്ങനെയാണ്. പെർസ്യൂഡ് ചെയ്യുക, അട്രാക്ട് ചെയ്യുക. ദ ടാസ്ക് കുഡ് ഇൻക്ലൂഡ് പർച്ചേസിംഗ് ഓർ യൂസിംഗ് ദ ഗിവൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. കണ്ടോ, ഗിവൺ ഗുഡ്സ് പെർസ്യൂഡ് ചെയ്യാണ്. ഇപ്പം ചിലപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് ഇതിൽ ആരെങ്കിലൊക്കെ ജോയിൻ ചെയ്യാം. പെർസ്യൂഡ് ചെയ്യാണ്. ക്രിയേറ്റിംഗ് എ ബ്രാൻഡ് ഇമേജ്, അഡോപ്റ്റിംഗ് എ പോസിറ്റീവ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ്. ആ ഒരു പോസിറ്റീവ് ബ്രാൻഡ് ആറ്റിറ്റ്യൂഡ് നിങ്ങളിലേക്ക് ഉണ്ടാക്കുകയാണ്. അതാണ് പെർസ്യൂഡ് ഓർ അട്രാക്ട്. ഒരു ആഡ് വഴി നമുക്ക്, ഇതൊരു ആഡ് ആട്ടോ, ഈ ഫ്രീ ക്ലാസ് ഒരു ആഡാണ്. കാരണം ഞാനിത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും, ഒരു ആഡാണ്. എന്റെ ക്ലാസ് എങ്ങനെയാണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ എയിം പെർസ്യൂഡ് ഓർ അട്രാക്ട്. മൂന്നാമത്തെ റീകലക്ട്, reinforcing the brand message shared via your marketing agency and assuring current and future customers of the brand vision are two additional objectives of advertising. You know, reinforcing the brand message ഇങ്ങനെ റീഇൻഫോഴ്സ് ചെയ്യാണ്. സൈക്വസ്റ്റ പ്രാക്ടീസിംഗ് സൈക്കോളജിസ്റ്റ് കൂടെ പഠിക്കാം. എന്റെ ടാഗ്ലൈൻ കേട്ടിട്ടുണ്ടോ? സൈക്വസ്റ്റ ലേൺ സൈക്കോളജി വിത്ത് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ സൈക്കോളജി സ്റ്റുഡൻസ് ആണ്. ഇതിങ്ങനെ റീകോൾ ചെയ്യുന്ന സമയത്ത് എന്താണ് അതൊരു ആളുകളിലുള്ളിലേക്ക് അതിങ്ങനെ അടിക്കാണ്. അതായത് കറണ്ട് ആൻഡ് ഫ്യൂച്ചർ കസ്റ്റമറിലേക്ക് അത് ഒരു പോക്കാണ്. അപ്പൊ നിങ്ങളെ ഫീഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, നാളെ ഒരാൾ BAPSHന്റെ കോഴ്സ് ചേരാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ എന്നെ സജസ്റ്റ് ചെയ്യും. ബിക്കോസ് യു റീകലക്ട്, ഇന്ന ആളുണ്ടല്ലോ. Advertising aid in keeping the brand at forefront of consumers' mind and guards against customers being stolen by rival brand. കണ്ടോ, അഡ്വർടൈസിംഗ് എന്താണ്? ബ്രാൻഡ് ഫോർഫ്രണ്ടിൽ നിൽക്കും, കസ്റ്റമറിന്റെ മൈൻഡിൽ, വേറെ ആരും കൊണ്ടുപോകാതെ കസ്റ്റമറിന്റെ മൈൻഡിൽ BAPSH ഇരിക്കുന്നത് കേൾക്കുന്നത് സൈക്കോസ്റ്റ് ഓടി വീഴുന്നവരെ ആഡ് നല്ല രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ മൈൻഡിൽ നിൽക്കും. ദിസ് എയ്ഡ്സ് ഇൻ വേർഡ് ഓഫ് മൗത്ത് അഡ്വർടൈസിംഗ് ആസ് വെൽ. കേട്ടോ, അതെന്താക്കും? മൗത്ത് പബ്ലിസിറ്റിക്ക് ഒക്കെ ഇടവരുത്തും. ഇത്രയുമാണ് വരുന്നത്. അപ്പൊ 3 ഒബ്ജക്റ്റീവ്സ് ആണ്: ഇൻഫോം, പെർസ്യൂഡ്, റീകലക്ട് ചെയ്യുക. നമ്മൾ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക, അവരെ അട്രാക്ട് ചെയ്യുക, അവർക്കുള്ളിൽ റീകലക്ട് ചെയ്യാൻ പാകത്തിലാവണം. ആര് ചോദിക്കുമ്പോൾ റീകലക്ട് ചെയ്യാൻ പാകത്തിലാവണം ആഡ്സ് കൊടുക്കുന്നത്. ഓക്കെ ആണോ? അത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? യെസ്. ഇനി സബ്സെറ്റ് ഓഫ് എ ഫോർ മെൻഷൻഡ് 3 ഗോൾസ് മേക്ക് അപ്പ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസ്മെന്റ്. ഇനി ഈ 3 ഒരു സബ്സെറ്റ് എന്താണെന്നാണ് പറയുന്നത്. ദീസ് ആർ ദ സബ്സെറ്റ്. ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് സെയില്, ഡിമാൻഡ് ജനറേഷൻ എൻഗേജ്മെന്റ്. ഈ ആഡുകൾക്കുണ്ട് ഡിമാൻഡ്. ഇപ്പൊ ഞാൻ വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. അത് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്. പക്ഷെ യൂട്യൂബ് എനിക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് കണ്ടിട്ട് പലരും വരാറുണ്ട്. അപ്പൊ ഡിമാൻഡ് കൂടി, യൂട്യൂബിലും ആഡ് പോകുന്നുണ്ട്. ഈ ഫ്രീ ക്ലാസ് ആണ് ആഡ്. ഡിമാൻഡ്, അതുപോലെ തന്നെ എക്സ്പാൻഡിങ് ദ ക്ലയന്റേൽ. ക്ലയന്റ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഇപ്പം ആകെ കുറച്ച് പേരിൽ ഒതുങ്ങിയിരുന്ന് ഇത് ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട്. അഡാപ്റ്റിംഗ് കൺസ്യൂമർ, എന്താണോ വേണ്ടത് അതിനനുസരിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റണം ആഡിലൂടെ. അപ്പൊ സബ്സെറ്റ് എന്താണ്? നമ്മുടെ ബ്രാൻഡ് ഡെവലപ്പ് ആവുന്നുണ്ട്, സെയിൽസ് കൂടുന്നുണ്ട്,
നമ്മുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് വരുന്നുണ്ട് മാർക്കറ്റിൽ, ക്ലയന്റൈൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റിംഗ് കൺസ്യൂമറിന് എന്താണ് വേണ്ടത് അത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ്. അപ്പൊ 20 മാർക്കിന് ക്വസ്റ്റ്യൻ വന്ന് എന്ത് ചെയ്യണം? ആദ്യ അഡ്വർടൈസ്മെന്റ് എന്താണെന്നുള്ള ഒരു 2-3 പോയിന്റ്സ് ഞാൻ പറഞ്ഞത് എഴുതാം. എയിംസ് വൃത്തിക്ക് എഴുതി വെക്കുക, അതിനുശേഷം ഒബ്ജക്റ്റീവ്സ് എഴുതി വെക്കുക. ഈ ഒരു ചാപ്റ്ററിൽ ഇനി വരാൻ ചാൻസ് ഉള്ളത് എത്തിക്സ് ഇൻ അഡ്വർടൈസ്മെന്റ് ആണ്. നാളെ ഞാൻ പറഞ്ഞത്. ഓക്കെ ആണോ? ഇവിടെ ഞാൻ വളരെ വിശദമായിട്ടാണ്, കാരണം ഇനി ഇതൊന്ന് വായിച്ചിട്ട് നിങ്ങൾ പോയിട്ട് എക്സാം എഴുതിക്കൊള്ളണം. ആ രീതിയിലാണ് ഈ നോട്ട് നമുക്ക് ഓരോന്നിനും പോയിന്റ് ഔട്ട് ചെയ്തിരുന്നോ? 20 മാർക്ക് ഇത്ര എഴുതണം. ഇതിൽ നിന്ന് ഇനി കുറയ്ക്കാനൊന്നുമില്ല. ദിസ് ഇസ് വെരി, എന്താ പറയാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ എത്രത്തോളം ഇത് കണ്ടോ. ഒരു മിനിറ്റ്, നിങ്ങളുടെ ഇഗ്നോ ടെക്സ്റ്റ് ബുക്ക് ആട്ടോ അത്. എവിടെ പോയി എയിംസും? അയ്യോ, എവിടെയാന്ന് ആർക്കെങ്കിലും അറിയോ? ഒരു മിനിറ്റ്, നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള തന്നെ നോക്കിയിട്ട് എടുത്താണ്. ടൈപ്സ് ആണല്ലോ ഉള്ളത്. എനിക്ക് ഏത് ചാപ്റ്ററിലാന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഇത് ഏത് ചാപ്റ്ററിലാണെന്നുള്ളത്? എനിബഡി? എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. എന്തായാലും ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാട്ടോ എയിം. അപ്പം അത്രയും വലിയൊരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തതാണ്, നമ്മള് അത് ഇത്രയാക്കി മാറ്റി. അപ്പൊ ഇതിൽ ഇനി കുറയ്ക്കാൻ പറ്റൂല കേട്ടോ. ഇതിൽ ഇനി നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പ് പറയണേ ഏത് ചാപ്റ്ററിലാണെന്ന്, എനിക്ക് പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല. ഇതിൽ നിന്ന് ഇനി കുറയ്ക്കാൻ വേണ്ടി പറ്റില്ല. എയിംസ്, നമ്മുടെ 7 എയിംസും 3 ഒബ്ജക്റ്റീവും സബ്സെറ്റ് വിത്ത് 20 മാർക്സിന് മസ്റ്റ് ആണ്. ഓക്കെ ആണോ? എന്നാൽ അത് ഏത് ചാപ്റ്ററിലായിരിക്കും? ഞാൻ ഇന്ന് ചെയ്ത. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത് എത്തിക്സ് ആട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. യെസ്, 4-ാമത്തതിലാണ്. അതോ എത്തിക്സ് ആണല്ലോ. ജസ്റ്റ് നോക്കട്ടെ. ഒബ്ജക്റ്റീവ്സ് എല്ലാത്തിലും ഉണ്ടല്ലോ. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഈ യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റ് തന്നെ വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. യെസ്, ഇവിടെ ആട്ടോ കിടപ്പുള്ളത് കണ്ടോ. ഈ ഒബ്ജക്റ്റീവ്സിന് ഇൻട്രൊഡക്ഷൻ ഉണ്ട് കണ്ടോ, ഇതിനുള്ളിലുണ്ട് സംഭവം. ഓക്കെ, എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഇത്രയും വലിയൊരു നോട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വളരെ കട്ട് ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചിട്ട്. സോ അതിൽ നിന്ന് ഇനി ഷോർട്ട് ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ന് എടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? അപ്പൊ ഇനി ഒരു പ്രധാനപ്പെട്ട 3-4 സൈബർ മീഡിയ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അപ്പൊ പ്രധാനപ്പെട്ട ഒരു 3-4 ക്വസ്റ്റ്യൻസുമായി നാളെ ഞാൻ എത്തുന്നതാണ്. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ മിയ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.